ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് ആക്ടിവിറ്റിയാണ്, മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ബിഗ് ബോസ് ചോദിച്ചിട്ടൊരു ആക്ടിവിറ്റി ഇവർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനുമോൾ വന്നിട്ട് പറയുന്ന രസമാണ് കേട്ടോ. നെവിനെയാണ് പറഞ്ഞത്. നെവിൻ്റെ സുംബ ഡാൻസ് ഭയങ്കര സൂപ്പറായിരുന്നു. അതിൻ്റെ ഒപ്പം അനുമോളും കൂടി നൃത്തം ചെയ്തിരുന്നു. സുംബ ഡാൻസ് അനുമോളെയൊക്കെ വിളിച്ച് ചെയ്യിച്ചിരുന്നു. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സാബുമോൻ്റെ അതുപോലെ തന്നെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ചിരിപ്പിക്കുന്നത്. അതും നല്ല രസമായിരുന്നു എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇത് രണ്ടുമാണ് എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടിച്ചതെന്ന് പറയുന്നുണ്ട്. നെവിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല അനുമോൾ എൻ്റെ പേര് പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുപോലെ എനിക്കും ഇഷ്ടം ഈ സുംബ ഡാൻസ് തന്നെയാണ്. എനിക്ക് എൻ്റെ ആ സുംബ ഡാൻസിലുള്ള കഴിവ് തെളിയിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടത് നെവിൻ പറയുന്നു. ആതിര പറയുന്നു, ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആതിര പറയുന്നത്. അക്ബർ പറയുന്നുണ്ട്, സാബുമ്മൻ്റെ ആ ചിരിപ്പിക്കുന്ന ടാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നെവിൻ്റെ സുംബ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിനും ഉപരിയായി ബിഗ് ബോസിൻ്റെ വിന്നർ ആരാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ വിന്നർ ആയിക്കഴിഞ്ഞിട്ടുള്ള ഈ റിപ്പോർട്ടേഴ്സ് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് അന്നത്തെ ദിവസമാണ് അവിടെ അക്ബറിന് ഏറ്റവും ദോഷകരമായിട്ടുള്ള ദിവസം ഉണ്ടായിരുന്നത്. ആലോചിക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? അന്നത്തെ ദിവസമാണ് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ കുറേ നേരം വൈകി. അപ്പോഴാണ് അവർ ഭക്ഷണം വയ്ക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിപ്പോർട്ടർ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് വരുമ്പോഴേക്കും ഉച്ചയ്ക്ക് ഭക്ഷണം വയ്ക്കാൻ തുടങ്ങി. 5 മണിക്കൊക്കെ ഭക്ഷണം കൊടുത്തത്. അന്നാണ് ഇവിടെ പ്രശ്നം ഉണ്ടായ ദിവസം. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല അക്ബറിന്. സാബുമാൻ പറയുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തായി തീരും അതിനെക്കുറിച്ചിട്ടൊരു ടോക്ക് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. നൂറ പറയുന്നു, നെവിൻ കാണിച്ചിട്ടുള്ള സുംബ ഡാൻസിൻ്റെ സാബുമാൻ ചിരിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അതും കൂടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. ഷാനവാസ് പറയുന്നത്, സാബുമാൻ്റെ ആ ചിരിപ്പിക്കുന്ന ആ ഒരു ടാസ്ക് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെ അനീഷ് വന്നിട്ട് പറയുന്നത്, ഞാനും ഷാനവാസും ജയിലിൽ കിടന്നിരുന്നു. ആ ജയിലിൽ കിടന്ന സമയത്ത് ഉണ്ടായ അനുഭവങ്ങളാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത്. ശരിക്കും അനീഷ് ജയിലിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അവിഭാജ്യ ഘടകമാണ് അനീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജയിൽവാസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഓർമ്മിക്കാൻ പറ്റുന്നതും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അനീഷ് അതുമാത്രം വെറൈറ്റി ആയി പറയുന്നു. ഓക്കെ, താങ്ക് യു.